ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചക്ക കാണിച്ചല്ലോ. ചക്ക രണ്ട് വെറും പൊട്ട് പിഞ്ച് ചക്ക. അപ്പം അത് തോരൻ വെച്ച് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ദേ അതിൻ്റെ ഒരു പീസ് ഇരുന്നത് അവിയലാക്കുക. അത് ഞാൻ എല്ലാം അരിഞ്ഞ് മൊത്തം അതിൻ്റെ മുള്ളു മാത്രം കളഞ്ഞാൽ മതി. ബാക്കി ഇതാ എല്ലാം അരിഞ്ഞ് ഞാൻ അടുപ്പേ വെച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടാൻ ഇതാ മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ വെച്ചിട്ടുണ്ട്. അത്രയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുക. അപ്പം അത് ഇതൊന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വേകുന്ന ചക്കയാണ്. ഇത് രണ്ടെണ്ണം അതിലെ കൊണ്ടുവന്നത്, രണ്ടെണ്ണം ചെറുത്, രണ്ടെണ്ണം. വിലയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അതിനൊക്കെ വിലയാണ്. നമ്മുടെ നാട്ടിലെ പൂട്ടൊന്നും അല്ല, ഇവിടെ അതിനൊക്കെ വിലയാണ്. ഞങ്ങൾ സൂറത്തിലാണേ, നാട്ടിലല്ല. നാട്ടിലിതാ കാണുമെന്ന് ചോദിക്കരുത്. ഇത് നാട്ടിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ പച്ചക്കറി കൊണ്ടുവരുന്ന ഒരു പെണ്ണ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഇവിടെ ആണെങ്കിൽ അവിടെ വീട് വേറെ കണ്ട് ദൂരെയാണ്. അവിടെ കൃഷി ചെയ്യുന്നതാണ്. അവിടുന്ന് കൊണ്ടുവന്നായത്. അപ്പോൾ അത് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ഇതിന് വേണ്ടി തേങ്ങയല്ല ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ, അപ്പോൾ ദാ ഞാൻ ചക്കയെല്ലാം വേവാൻ വെച്ചായിരുന്നു. ചക്കയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിനകത്തിടുന്നത് മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ. മുരിങ്ങയ്ക്കായും മാങ്ങയും കൂടെ എടുത്ത് വെച്ചേക്കുക. അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടെ ഒന്ന് വെന്തോട്ടെ. നല്ലപോലെ വേവുന്ന ചക്കയാണ്, നല്ലപോലെ. അപ്പം അതൊന്ന് വേവട്ടെ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതാണ്ട ഞാനിപ്പോൾ ഇവിടെ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, ശകലം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ടെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അവിയൽ എല്ലാം മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടെന്നെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിനകത്ത് കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതാണ്. ചക്കയ്ക്ക് ഇട്ടായിരുന്നു ഞാൻ. ശകലം വെള്ളം ഒഴിച്ചൊന്ന് ശകലം വെള്ളം കൂടെ അരപ്പും കൂടെ ഒന്ന് വേവണമല്ലോ. കറിവേപ്പില ചതച്ചതാ. ആ ചക്ക വെച്ചപ്പോൾ അതിനകത്ത് ഇട്ടതാ. അപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ശകലം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് അപ്പം അത് ഒന്നാവി കയറിക്കോട്ടെ. നമുക്ക് പെട്ടാം. ഒന്നാവി കയറിക്കോട്ടെ. അപ്പോൾ നമ്മൾ അവിയലിന് അരപ്പെല്ലാം ഇട്ട് നല്ലപോലെ ആവിയെല്ലാം വന്ന് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ അതിന് ഒഴിച്ച് നല്ലപോലെ അതൊന്ന് രക്തത്തോട്ട് വെച്ചല്ല പിടിച്ചതാ പോന്ന് രക്തത്തോട്ട്. നല്ലപോലെ ഞാനത് നട്ടെ. ഇത് വെറും കൊത്തച്ചക്കയായിരുന്നു. പൊത്തിപ്പൊടിച്ച തോരനുണ്ട്. പക്ഷെ അത് വേവുന്നതായതുകൊണ്ടും ചക്കയ്ക്ക് രുചിയുള്ളത് കൊണ്ടും അത് നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ കളയാനേ പറ്റത്തുള്ളായിരുന്നു. കാരണം ഒന്നല്ല, രണ്ടെണ്ണം കൊണ്ടുവന്ന് ചീമച്ചക്ക പോലെ രണ്ടെണ്ണം, ആഞ്ഞിലിക്കുരു പോലത്തെ കുരു. അപ്പം അത് എന്തായാലും വേവുന്നതായതുകൊണ്ട് സാധുള്ളതുകൊണ്ട് നമ്മളതെടുത്തു. അപ്പം ഞാനിത് ഇച്ചിരി മുരിങ്ങയ്ക്കായും മാങ്ങയെല്ലാം കൂട്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നല്ല മണമൊക്കെ ഉണ്ട്. നല്ല ചക്ക വഴിക്ക് നല്ല മണമുണ്ട്. അപ്പം നമ്മുടെ അവിയലെല്ലാം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് കണ്ടല്ലോ, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെന്തുവാ എനിക്കറിയത്തില്ല ഇത് പറയാനൊന്നും, എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വളരെയേറെ സപ്പോർട്ടുകൾ ചെയ്യണം.
ശരി എന്നാൽ.